ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ രംഗം ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി ഇന്ത്യ. പ്രതിരോധ രംഗത്തെ ആവശ്യങ്ങൾക്കായുള്ള 52 ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം വേഗത്തിൽ നടത്താൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളെ കൂടുതൽ നിരീക്ഷിക്കുവാൻ ഈ ഉപഗ്രഹങ്ങൾ സഹായിക്കും എന്നാണ് റിപ്പോർട്ട്. പ്രതിരോധ മന്ത്രാലയത്തിലെ ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് എന്ന IDS-ന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഈ വലിയ ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത്. 26,968 കോടി രൂപയുടെ സ്പേസ് ബേഡ്സ് സർവൈലൻസ് പ്രോഗ്രാമിന്റെ 3ാം ഘട്ടത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അനുമതി നൽകിയിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമാണ് ഈ 52 പ്രതിരോധ ഉപഗ്രഹങ്ങൾ. ഇതിൽ 21 ISRO തന്നെ നിർമ്മിച്ച് വിക്ഷേപിക്കും. ബാക്കി 31 സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കുന്നവയാണ്. SBS-3 പദ്ധതിയിലെ ആദ്യ ഉപഗ്രഹം അടുത്ത വർഷം ഏപ്രിലിൽ വിക്ഷേപിക്കും. 2029 നിർമ്മിക്കപ്പെട്ട മുഴുവൻ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കും. ഈ ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഭൂപ്രദേശങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യൻ സമുദ്രമേഖലയും ഇന്ത്യയുടെ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാൻ ഇതുമൂലം സാധിക്കും. ഈ മേഖല തുടർച്ചയായി നിരീക്ഷിക്കുവാനും മികച്ച ഗുണമേന്മയിൽ ദൃശ്യങ്ങൾ പകർത്തുവാനും ഈ ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഇന്ത്യക്ക് സാധിക്കും. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.